ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു മുട്ടമാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ മലബാർ സ്പെഷ്യൽ മുട്ടമാലയാണ്. നമ്മളെ കണ്ണൂരൊക്കെ പാർട്ടികളിലൊക്കെ ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഒരു മുട്ടമാല. പുഡിങ്ങിൻ്റെ കൂടെ തന്നെ ഈ ഒരു മുട്ടമാല കൂടി സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് മുട്ടമാല ഉണ്ടാക്കാൻ ശരിക്കും അറിയില്ല കേട്ടോ. ഞാനിത് എൻ്റെ മുമ്മൂടെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുന്നത് നോക്കി പഠിച്ചതാണ്. മുമ്മു ആണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിത് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ മുട്ടമാല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള കുറേ ടിപ്സൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മുട്ടമാല ഫ്ലോപ്പ് ആവാതെ റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 9 മുട്ട എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണ വെള്ള കളറിലുള്ള മുട്ടയുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 നാടൻ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു നാടൻ മുട്ട കൂടി ചേർക്കുന്ന സമയത്താണ് മുട്ടമാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത് നാടൻ മുട്ട വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നാടൻ മുട്ട കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു മുട്ടയുടെ ആ മാല റെഡിയാക്കുന്ന സമയത്ത് ആ മാലക്ക് കുറച്ചൊരു കട്ടി കിട്ടുള്ളൂ. അപ്പം നല്ലൊരു കളറും കിട്ടണമെങ്കിൽ ഈ ഒരു നാടൻ മുട്ട ചേർക്കണം. നാടൻ മുട്ടയുടെ ആ ഒരു മഞ്ഞക്ക് നല്ലൊരു കട്ടിയുള്ള ഒരു മഞ്ഞ കളറാണ് ഉണ്ടാവുക. അതുകൊണ്ട് 3 നാടൻ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ എടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മുട്ട വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യണം. ടോട്ടൽ 12 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മുട്ട സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരു കുപ്പി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മഞ്ഞ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒട്ടും വെള്ളയും മഞ്ഞയും മിക്സ് ആവാതെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിതിങ്ങനെ 5 മിനിറ്റ്സ് ക്രാഫ്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഒരു വീഡിയോ. ഇല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുട്ട പൊട്ടിച്ചതിന് ശേഷം 2 തോട് ഉണ്ടാവുമല്ലോ, അതിലേക്ക് 2 തവണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുന്ന സമയത്ത് വെള്ള താഴേക്ക് പോകും, മഞ്ഞ മാത്രമായിട്ട് നമുക്ക് ആ തോടിൽ കിട്ടുകയും ചെയ്യും. പിന്നെ മുമ്പ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഇതുപോലെ മുട്ട പൊട്ടിച്ചിട്ട് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിരലിൻ്റെ ഇടയിൽ കൂടി വെള്ള താഴേക്ക് പോവും, മഞ്ഞ മാത്രമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളയിൽ ഒട്ടും മഞ്ഞ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ മഞ്ഞയിൽ ഒട്ടും വെള്ളയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇപ്പം മുട്ടയുടെ മഞ്ഞ കംപ്ലീറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടില്ലേ, ഈ ഒരു ഓറഞ്ച് കളറിലുള്ളത് നമ്മുടെ നാടൻ മുട്ടയുടെ മഞ്ഞയാണ് കേട്ടോ. അതുപോലെ വെള്ള ഇവിടെ മാറ്റി വെക്കാം. നമുക്ക് ആദ്യം മാല റെഡിയാക്കാം. അതിന് ശേഷമാണ് ഈ മുട്ടമാലയുടെ ആ ഒരു വെള്ള ഉണ്ടല്ലോ അത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതിരിക്കാനാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കും കൂടി വേണം കേട്ടോ. കാരണം ഈ ഒരു മുട്ടയുടെ മഞ്ഞയിൽ തന്നെ കുറച്ച് വെള്ളയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ദാ ഇതുപോലെയുള്ള പാടകളൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് കേട്ടോ ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുട്ട മിക്സ് ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കരുത്. എന്തായാലും അരിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മുട്ടയുടെ മഞ്ഞയുടെ മിക്സ് കണ്ടില്ലേ, നല്ലൊരു അടിപൊളി കളറാണുള്ളത്. ആ ഒരു നാടൻ മുട്ട ചേർത്തുകൊണ്ടാണ് ഇതുപോലെ നല്ല കട്ടിയുള്ള മഞ്ഞ കളർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ നമ്മൾ നേരത്തെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്ന കുപ്പിയില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുപ്പിയുടെ അടപ്പിന് ഇതുപോലെ 3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാല നല്ല തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് വലിയ ഹോളൊന്നും ഇടാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുപ്പി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുള്ള കുപ്പിയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ തന്നെ ഉണ്ടാക്കണം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഷുഗർ സിറപ്പിലിട്ടിട്ടാണ് ഈ ഒരു മാല കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാല റെഡിയാക്കുന്ന സമയത്ത് ഇതുപോലെ വീതിയിലുള്ള ഒരു പാൻ തന്നെ എടുക്കാം കേട്ടോ. അതിലാകുമ്പോഴാണ് കുറച്ചുകൂടി സൗകര്യം മാലയൊക്കെ റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പ് അല്ല കേട്ടോ വേണ്ടത്, കുറച്ച് ലൂസായിട്ടുള്ളതാണ് വേണ്ടത്. ഇനി ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1-2 സ്പൂണ് നമ്മൾ മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പഞ്ചസാരയിലേക്കുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഈ ഒരു വേസ്റ്റും അഴുക്കൊക്കെ ഈ ഒരു മുട്ടയുടെ വെള്ളയിൽ പിടിക്കും. ഇതിൻ്റെ കളറൊക്കെ തന്നെ കുറച്ചൊന്ന് മാറി വരും കേട്ടോ.
അപ്പോൾ ഒരു മിനിറ്റൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ ഒരു മുട്ടയുടെ വെള്ളയുണ്ടല്ലോ അത് ഈ ഒരു ഷുഗർ സിറപ്പിൽ നിന്നും എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വേസ്റ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്, എന്നാലും നന്നായിട്ട് ഒട്ടുന്ന പരുവത്തിലൊന്നും അല്ല കേട്ടോ ആയിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാരയുടെ മിക്സിലേക്ക് നമ്മുടെ മഞ്ഞ, നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മഞ്ഞ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മഞ്ഞ ചേർക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ പഞ്ചസാര നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കുപ്പിയിൽ ഉണ്ടാക്കി വെച്ച മഞ്ഞ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ആ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരും കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇത് കുക്കാവുന്നതാണ്. അപ്പം മുട്ടയുടെ മാല റെഡിയാക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 2-3 ബാച്ചായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. പാൻ നിറയെ ഒഴിച്ചു കൊടുക്കുന്നില്ല, അപ്പോൾ പെട്ടെന്നൊന്നും കുക്കായി കിട്ടൂല കേട്ടോ. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. ആ മാലയ്ക്ക് ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറുകി തിക്കായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് തിക്കായിട്ടുള്ളതിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുട്ടമാലയുടെ മാല കംപ്ലീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ മാല നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മളിനി മുട്ടയുടെ വെള്ള കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ വെള്ളം റെഡിയാക്കുന്ന സമയം വരെ ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ ഇട്ടതല്ലേ. അപ്പോൾ ഈ പാത്രത്തിൽ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ അടിയിൽ ഷുഗർ സിറപ്പ് ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ ചീഞ്ഞ മാതിരിയായിപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് വലിച്ചിട്ട് ഒരു ചീഞ്ഞ മാതിരിയായിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് വിട്ടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ അപ്പക്കൊള്ളി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ ഫോർക്കോ എടുത്തിട്ട് നന്നായിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിനി നന്നായിട്ട് ഇവിടുന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് വെള്ളം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദയും ചേർത്ത് കൊടുക്കുക. മൈദ ചേർക്കുന്ന സമയത്ത് മാത്രമേ ഇത് നല്ല കട്ടിയിൽ ഉറച്ച് വരുള്ളൂ. അതുകൊണ്ടാണ് മൈദ ചേർക്കുന്നത്. എന്നാൽ ഒരുപാട് കട്ടിയാവുന്നില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പാൽപ്പൊടിയും മൈദയൊക്കെ ചേർക്കുന്ന സമയത്താണ് ഇതിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പാൽപ്പൊടിയുടെയും മൈദയുടെയും ഒന്നും ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചസാരയും നന്നായിട്ട് ഇതിൽ യോജിച്ച് വരണം. അപ്പോൾ ഈ ഒരു വെള്ളയിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. കുറേ പേർക്കൊന്നും അങ്ങനെ മധുരം അധികം ഉണ്ടാകുന്നത് ഇഷ്ടമുണ്ടാവില്ല. കാരണം മഞ്ഞയിൽ എന്തായാലും നല്ല മധുരമുണ്ട്. അപ്പോൾ വെള്ളക്ക് കൂടി നല്ല മധുരം ഉണ്ടാകുന്നത് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറക്കാം, അല്ലെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഈ ഒരു 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് തന്നെ വലിയ മധുരമൊന്നും ഇല്ല കേട്ടോ. ഒരു മീഡിയം മധുരത്തിലാണ് ഇപ്പം റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കിയിട്ട് മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റീൽ പാത്രം ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് വേണം നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നമ്മൾ മൈദ ചേർത്തെന്ന് വിചാരിച്ചിട്ട് ഇത് ഒരുപാട് അങ്ങ് കട്ടിയായി പോകുന്നില്ല കേട്ടോ. ഇതൊന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു സ്പൂൺ മൈദ ചേർത്താൽ മാത്രമേ ഇത് നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ടമാല എങ്ങനെയാണ് സെർവ് ചെയ്യാന്ന് കൂടി മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കുഞ്ഞു ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കഴിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവുക.
എന്നിട്ട് ഇതിൻ്റെ ഓരോരോ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് ഇതുപോലെ മാല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ ചെറി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഫോട്ടോയ്ക്കൊക്കെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറി കൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പാർട്ടികളിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ മുട്ടമാല വെച്ച് കൊടുക്കാറുള്ളത്. ഒരു സൈഡിൽ ഇതുപോലെ വൈറ്റും മറ്റേ സൈഡിൽ ഇതിൻ്റെ മാലയായിട്ടാണ് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മുട്ടമാല ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്